എല്ലാവർക്കും നമസ്കാരം. NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആൻഡ്രിയാണ് നിങ്ങളോടൊപ്പം. ഇന്ന് NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ വിനോ വർഗീസ് ആണ്. അദ്ദേഹം NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അലൈനിലെ സ്പെഷ്യലിസ്റ്റ് ജനറൽ സർജനാണ്. ഡോക്ടറിനെ സ്വാഗതം ചെയ്യുന്നു NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിലേക്ക്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു ഡോക്ടർ ആദ്യമായിട്ടാണ് NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിൽ എത്തുന്നത്. ഇതിലാദ്യമായിട്ടാണ്. ഡോക്ടർ ഇപ്പോൾ ഇവിടെ NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അലൈനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി? ഞാൻ 3 years ആയി NMC അലൈനിൽ. ഡോക്ടർ നാട്ടിൽ എവിടെയാണ്? സ്വദേശം എവിടെയാണ്? പഠിച്ചതൊക്കെ എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പഠിച്ചു, പിന്നെ കോയമ്പത്തൂർ പഠിച്ചു, പിന്നെ എറണാകുളം ലൂർദിൽ 3 വർഷം വർക്ക് ചെയ്തു, മൗലാനയിൽ വർക്ക് ചെയ്തു 1 വർഷം പെരിന്തൽമണ്ണ, പിന്നെ 5 വർഷം തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു റോയൽ കുന്നംകുളത്ത്. പിന്നെ ഇവിടെ 3 years ആയി. 10 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നാട്ടിലുണ്ടായിരുന്നു, പിന്നെ 3 വർഷം ഇവിടെ ഉണ്ട്. ഡോക്ടർ നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് ഹെർണിയ ആണ്. ഹെർണിയയെ കുറിച്ച് എപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്, എന്നാലും എനിക്ക് തോന്നുന്നു ആളുകൾക്ക് എപ്പോഴും കേൾക്കാൻ താല്പര്യമുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഹെർണിയ. ഒരുപാട് കാര്യങ്ങളെന്ന് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുണ്ട് NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിലൂടെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഹെർണിയ എന്താണ്? ഇവിടെ ഹെർണിയ കൂടുതലായിട്ട് കാണുന്നുണ്ടോ? ഇവിടെ കൂടുതലാണ്. നാട്ടില് ഹെർണിയ ഉണ്ട്, പക്ഷെ നാട്ടിൽ ഇൻഷുറൻസ് ഇല്ലാത്ത കാരണമാണെന്ന് തോന്നുന്നു ആൾക്കാര് മടി പിടിച്ച് സർജന്റെ അടുത്ത് വരാൻ ചെറിയൊരു ഡിലേ കാണാറുണ്ട്. എന്നുവെച്ചാൽ വേദന ഒന്നും ആയിട്ടല്ല ആദ്യം പ്രസന്റ് ചെയ്യാൻ, ഒരു മുഴ പോലെ വന്ന് അതൊരു ചെറിയൊരു പെയിൻ, പറയാൻ മാത്രം ഒരു പെയിൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അവര് വെച്ച് അത് നടക്കും. എന്നുവെച്ചാൽ എന്തായാലും പേയ്മെന്റും കാശിന്റെ കാര്യം ഇതൊക്കെ നോക്കിയിട്ട്. ഇവിടെ പിന്നെ എല്ലാവരും ഇൻഷുറൻസ് ഉള്ള കാരണം ജസ്റ്റ് ഒരു ഒപ്പീനിയൻ വാങ്ങുമ്പോ ഹെർണിയാന്ന് പറയും, അപ്പൊ സർജറിയാണ് നല്ലതെന്ന് പറയും. അപ്പൊ കുറച്ചുകൂടി നേരത്തെ വന്ന് റെഡിയാണ് സർജറിക്ക്. ആൻഡ് ഓൾവേസ് ബെറ്റർ അത് നേരത്തെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാണ് നല്ലത്. അത് വെച്ചിരുന്ന് ഏജ് കൂടുന്തോറും വേറെ റിസ്കുകളൊക്കെ വരാ, ഹാർട്ടിന്റെ പ്രോബ്ലം വരാ, അത് കഴിഞ്ഞിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ നിൽക്കുക ഓൾവേസ് ഒരു ആവശ്യമില്ലാത്തതാണ്. എന്നുവെച്ചാല് നാട്ടിൽ കുറെ ഈ 60 വയസ്സ് 70 വയസ്സിലൊക്കെ ഹെർണിയ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പൊ ഓൾറെഡി അവര് കുറെ കാർഡിയാക് മരുന്നുകൾ, ഹാർട്ടിന്റെ മരുന്നുകൾ, ആസ്പിറിൻ കഴിക്കുക, അങ്ങനത്തെ ആ ഒരു അവസ്ഥയിലാണ് ഒരു എമർജൻസി പോലെ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പൊ ഈ അനസ്തീഷ്യ റിസ്കുകളൊക്കെയാണ് കൂടുന്നത്. ഈ ഹെർണിയ എന്ന് പറഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ അല്ലാതെ മരുന്നിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഇതല്ല. അപ്പൊ എന്തായാലും ഒരു സർജറിയാണ് നല്ലത്. അപ്പൊ സർജറി ഇല്ലാതെ അത് വെച്ച് നടക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ ബുദ്ധിമുട്ട് വരുന്നത് യൂഷ്വലി ഒരു കുറച്ചും കൂടി വയസ്സ് കൂടുന്തോറുമാണ് കൂടുതൽ കാണുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു എമർജൻസി വരുമ്പോ പിന്നെ നമുക്ക് അനസ്തീഷ്യ റിസ്ക് അതൊക്കെയാണ് കൂട്ടത്തിൽ കാണുന്നത്. ഓൾവേസ് ബെറ്റർ അത് നേരത്തെ തന്നെ അവസാനിപ്പിക്കുകയാണ്. മറ്റെന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ ആ സമയത്ത് അനസ്തേഷ്യ ഒക്കെ കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും പേഷ്യന്റിന്. ആസ്പിറിൻ കഴിക്കാവും, പിന്നെ ഏജ് കൂടുതൽ, അതിന്റെ അനസ്തീഷ്യ റിസ്കുകൾ എല്ലാം വരുന്ന സമയത്താവും പെട്ടെന്ന് വേദന കൂടുതൽ, അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കൊരു പെട്ടെന്ന് ഒരു ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ചിലപ്പോ കാണാറ്. അപ്പൊ അത് ഒഴിവാക്കുന്നത് എപ്പോഴും നല്ലതാണ്. അല്ലെ ആ ഒരു ഹെർണിയ സച്ച് ഒരു ഡിഫിക്കൽട്ട് ഓപ്പറേഷൻ അല്ല, പക്ഷേ അനസ്തീഷ്യ റിസ്ക് അതിന്റെ കൂട്ടത്തിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ്. എപ്പോഴും എമർജൻസി സർജറി നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചുമയുണ്ടാവും, ആ സമയത്ത് നമ്മൾ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ അതിന്റേതായ റിസ്കുകൾ കൂടും. അപ്പോൾ എമർജൻസി സർജറീസ് എപ്പോഴും ഒഴിവാക്കണം. അപ്പൊ ഈ ഹെർണിയയെ സംബന്ധിച്ചോളം എത്രയും നേരത്തെ തന്നെ ഫിറ്റ് ആയിരിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ചെയ്ത് വെക്കുന്നേ നല്ലത്. ഒരു മെഡിസിൻ ട്രീറ്റ്മെന്റ് ഇല്ലല്ലോ. ഡോക്ടർ, ഇപ്പൊ ഹെർണിയയെ കുറിച്ച് പറഞ്ഞു, അതിന്റെ കോസസ് എന്തൊക്കെയാണ്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഹെർണിയ ഉണ്ടാവുന്നത് ഒരു വ്യക്തിക്ക്? കുറെ മെയിൻലി നമ്മൾ കാണാറ് കൺജന്റൽ കോസ് ഉണ്ട്. എന്നുവെച്ചാല് ഒരു താഴേന്ന് തന്നെ ഒരു സാക്ക് വരും. ഇപ്പൊ മനുഷ്യരി ഇറങ്ങി വരുന്നതിന്റെ കൂട്ടത്തില് ഒരു സാക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. അത് ക്ലോസ് ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട് ഈ കുടലിറക്കം വരുന്ന കാണാറുണ്ട്. അത് ഇൻഡയറക്റ്റ് ഹെർണിയാന്ന് പറയും. ഈ ഇൻഗ്വൈനലിൽ തന്നെ ഇങ്ങനെ ബോഡിയിൽ വരുന്നത് ഇൻഡയറക്റ്റ് ഹെർണിയാന്ന് പറയുന്നത്. കൂടുതൽ അത് ചെറുപ്പക്കാർക്കൊക്കെ കുട്ടികളിലും ചിലപ്പോൾ കാണും താഴെ വരുന്ന ഹെർണിയ. പക്ഷെ ഈ കുറച്ച് ഒരു 40 വയസ്സ് 45 വയസ്സ് ആ ഏജ് കഴിയുമ്പോൾ കൂടുതൽ ഡയറക്റ്റ് ഹെർണിയ, അത് കുറച്ച് മസിൽ വീക്ക്നെസ്സും ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഒരു വേറെ രീതിയിലാണ് കാണുന്നത്. അപ്പൊ നമ്മളിപ്പോ കുട്ടികളില് വളരെ ചെറിയ കുട്ടികളിലൊക്കെ നമുക്ക് താക്കോൽ ദ്വാരം ഇല്ല, നേരിട്ടിട്ട് ഓപ്പറേഷനാ പോവാ. പക്ഷെ ഏജ് കൂടുന്തോറും ഒരു താക്കോൽ ദ്വാരം വല വെക്കലും ഒക്കെ ആയിട്ടാണ് പോവാ. എന്നാലേ സ്ട്രെങ്ത് വരുള്ളൂ. അതൊരു 40-45 വയസ്സിന് ശേഷം ചെയ്യുമ്പോൾ നമുക്ക് താക്കോൽ ദ്വാരം ചെയ്യുമ്പോൾ നമുക്ക് യൂഷ്വലി അത് 2 സൈഡുമാണ് കൂടുതൽ കാണുന്നത്.
എന്നുവെച്ചാൽ വീക്ക്നെസ് കാരണം വരുന്നതാവുമ്പോ അതിനൊരു ഡയറക്ട് ട്രാക്ക് എന്നാ പറയാം. അത് ഒരു സൈഡ് കാണുമ്പോൾ മറ്റേ സൈഡ് ഒരേ സമയത്ത് തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം താക്കോൽദ്വാരം വരുമ്പോ. അപ്പൊ നമ്മള് ഒരു ഓപ്പറേഷന്റെയോ അതിനൊന്നും നിൽക്കണ്ട, ഒറ്റ ഇതിൽ തന്നെ രണ്ട് സൈഡും കണ്ട് അത് രണ്ട് സൈഡും വല വെച്ചിട്ട് അവസാനിക്കാനും പറ്റും. അപ്പൊ അത് ചിലപ്പോൾ വളരെ ചെറുതൊക്കെ ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ഡിസൈഡ് ചെയ്തിട്ട് മറ്റേ സൈഡിൽ വെക്കാൻ പറ്റും. അൾട്രാസൗണ്ടിൽ പിക്കപ്പ് ചെയ്യും, പക്ഷെ ചിലപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ അല്ല ഹെർണിയ ഡിറ്റക്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ പിന്നെ ഇൻഷുറൻസിനും പ്രോബ്ലം വരാറില്ല. അപ്പൊ രണ്ട് സൈഡും കാണുന്ന പോലെയാണെങ്കിൽ മറ്റേതിൽ കറക്റ്റ് ചെയ്യാൻ എപ്പോഴും നല്ലത്. എന്ന് വെച്ചാൽ താക്കോൽദ്വാരം ചെയ്താൽ നമ്മൾ ഒരു സൈഡ് ചെയ്യുകയാണെങ്കിൽ മറ്റേ സൈഡ് അതിന്റെ സ്റ്റാർട്ടിങ് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാണ് എപ്പോഴും നല്ലത്. ഒരു 45 ഇയേഴ്സിനൊക്കെ മേലേക്ക് ആണെങ്കിൽ അതൊരു മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണേ. വെച്ചാൽ അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം താക്കോൽദ്വാരം ചെയ്യാൻ പറ്റില്ല. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് വലയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തൊക്കെ ഒട്ടിപ്പിടുത്തമ്മയ്ക്ക് വന്ന് പിന്നെ രണ്ടാമതൊരു താക്കോൽദ്വാരം മറ്റേ സൈഡിൽ ചെയ്യാനും ശരിക്കും അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓൾവേസ് ബെറ്റർ ഒറ്റ ഇതിൽ തന്നെ അങ്ങനത്തെ ടൈപ്പ് ആണെങ്കിൽ രണ്ട് സൈഡും ഒരു ഇതിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നല്ലത്. അല്ലെങ്കിൽ ഒരു സൈഡ് താക്കോൽദ്വാരം മറ്റു സൈഡ് തുറന്ന് ചെയ്യണ പോലൊരു അവസ്ഥ വലിയ ബുദ്ധിമുട്ടായിരിക്കും നോക്കാറുണ്ട്. അത് നമ്മൾ ആ ഏജ് ഒക്കെ നോക്കി ഏകദേശം ആ ടൈപ്പ് ഓഫ് ഹെർണിയ നമ്മൾ ചെയ്യുമ്പോഴേക്കും നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഓൾവേസ് പേഷ്യന്റിന്റെ കാര്യത്തിൽ അത് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് താക്കോൽദ്വാരം പറ്റൂല, ഈ ആ ടൈപ്പ് വീക്ക്നെസ് കാരണം വരുന്ന ടൈപ്പ് ആണെങ്കിൽ യൂഷ്വലി മറ്റു സൈഡ് കറക്റ്റ് ചെയ്യണ പോലെ ചെയ്യാറുണ്ട്. ഡോക്ടർ, ഇപ്പൊ സിംറ്റംസ് ആൻഡ് സൈൻസ് അതാണ് ഇനി എനിക്ക് അറിയേണ്ടത്. ഹെർണിയയുടെ സിംറ്റംസ് എന്തൊക്കെയാണ്, അതിന്റെ സൈൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് സാധാരണ പ്രസന്റ് ചെയ്യാറ്? ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞു വേദന എന്ന് പറഞ്ഞു. അപ്പൊ എവിടെയായിട്ടായിരിക്കും വേദന വരുന്നത്? അത് മുഴയുള്ള ഭാഗത്തന്നെ. ഇപ്പൊ ഹെർണിയ ഇപ്പൊ സാധാരണ നമ്മള് വരുന്നത് ഇപ്പൊ പലതരം ഹെർണിയ ഉണ്ട്. ഹെർണിയ എന്ന് പറഞ്ഞാൽ ഈ പുറമെ കാണുന്ന ഹെർണിയ മാത്രമല്ല, ഇന്റേണൽ ഹെർണിയ എല്ലാം ഉണ്ട്. അപ്പൊ ആ ഹെർണിയ പിന്നെ നമ്മൾ അത്ര സ്ട്രെസ് ചെയ്യണ്ടെന്ന് വെച്ചാൽ അത് പിന്നെ പെയിൻ ആയിട്ട് ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകും. പക്ഷെ ഈ കാണുന്ന ഹെർണിയകളുണ്ട്, പൊക്കിളിന്റെ അവിടെ ഒരു മുഴച്ച് വരാം, അല്ലെങ്കിൽ ഒടിയിൽ ഇങ്ങനെ മുഴച്ച് വരാം. മുഴയായിട്ട് തന്നെയാണ് കൂടുതൽ വരാറ്. ഇപ്പൊ കുട്ടികളിലാണെങ്കിൽ അമ്മ ചിലപ്പോ കൊണ്ടുവരും, ഇങ്ങനെ ചെറിയൊരു മുഴ വരുന്നുണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി പോകുന്നുണ്ട്, അത്രേ പറയുള്ളൂ. അത് നമ്മൾ സ്കാൻ ചെയ്താലും ചിലപ്പോൾ മനസ്സിലാവില്ല. പേഷ്യന്റ് വരുമ്പോ നമ്മുടെ അടുത്ത് വരുമ്പോ ചിലപ്പോൾ മനസ്സിലാവില്ല. എന്ന് വെച്ചാൽ ആ സമയത്ത് ഒരു കരയണ സമയത്ത് അല്ലെങ്കിൽ കളിക്കുന്ന സമയത്ത് സ്ട്രെയിൻ ചെയ്യുന്ന സമയത്താവും ചിലപ്പോൾ അത് പൊന്തി വരാം. അപ്പൊ ആ ഒരു കറക്റ്റ് ഇത് പറയും, ഒരു മുഴ പോലെ ആ ഭാഗത്ത് വരുന്നുണ്ട്, ഇറങ്ങി പോകണുണ്ടെന്ന് പറയും. കുറച്ചും കൂടി ഏജ് കൂടുന്തോറും എല്ലാരും കറക്റ്റ് ആയിട്ട് പറയും, കാണും ചെയ്യാം. ഇങ്ങനെ ഒന്ന് ചുമക്കുമ്പോഴേക്കും നോക്കുമ്പോ എഴുന്നേറ്റ് നിർത്തി ചുമക്കുന്ന സമയത്തൊക്കെ അതിങ്ങനെ പുറത്തേക്ക് മുളച്ച് വരുന്ന കാണാൻ പറ്റും. അപ്പൊ കുട്ടികളിൽ അസസ് ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ട് വരുന്നു. ആ സമയത്ത് അവരടുത്ത് കരയാനോ അല്ലെങ്കിൽ ചുമക്കാനോ പറയാൻ പറ്റാതെയാവും. പക്ഷെ അത് അമ്മമാര് ശരിക്കും പറയും, അതിങ്ങനെ മുളച്ച് വരുന്നുണ്ട്, അത് ഇറങ്ങി പോകേണ്ടതെന്നൊക്കെ. പിന്നെ പെയിൻ വരാം, പക്ഷെ എല്ലാവർക്കും പെയിൻ ആയിട്ട് തന്നെ വരുന്നില്ല. പെയിൻ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചെറിയൊരു പെയിൻ അല്ലെങ്കിൽ കുടല് തടസ്സം വന്നിട്ട് അങ്ങനെയൊക്കെ വരുന്ന കുടൽ അല്ലെങ്കിൽ കൊഴുപ്പാണ് കൂടുതൽ വരുന്നത് വയറ്റിന്റെ അകത്ത് വരുമ്പോ. അതിനെ ഇങ്ങനെ സ്റ്റക്കായി വരുമ്പോഴാണ് പെയിൻ കൂടുതൽ സിവിയർ ആയിട്ട് വരുന്നത്. വരണമെന്നില്ല. ചിലപ്പോ ഒരു ചെറിയൊരു അസ്വസ്ഥ അല്ലെങ്കിൽ മുഴച്ച് വരുന്നു, ഇറങ്ങി പോണു, അങ്ങനെയൊക്കെ ആയിട്ട് പറഞ്ഞിട്ടാണ് സാധാരണ വരാം. പെയിൻ അങ്ങനെ കാര്യമായിട്ട് പറയാറില്ല. ചില സമയത്ത് കുറച്ചുകൂടി കഴിയുമ്പോ പെയിൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ പറയും. പിന്നെ ഈ സ്റ്റക്കായി വരുമ്പോ അകത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴാണ് പെയിൻ കൂടുതൽ കാണാറ്. അതൊക്കെ വരുമ്പോ കുറച്ചുകൂടി നേരത്തെ കംപ്ലീറ്റ് ചെയ്യാൻ എപ്പോഴും നല്ലത്. അതൊരു പിന്നെ ചിലപ്പോ പെട്ടെന്ന് സ്റ്റക്കാവാൻ ഒരു ടെൻഡൻസി വരും. ഇങ്ങനെ പിന്നെ ഇറങ്ങി പോവാതിരുന്ന അതിന്റെ കുടലാണെങ്കിൽ കുടലിന്റെ രക്തോട്ടം പോകും. അതൊക്കെയാണ് ഒരു എമർജൻസി വരിക. അപ്പൊ ചിലര് വേദനയുടെ ഗുളികം കഴിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ നോക്കും. പക്ഷെ അങ്ങനെ കഴിച്ചിട്ട് വേദന ഒളിപ്പിച്ച് വെക്കുന്നത് നല്ലതല്ല. എന്നുവെച്ചാൽ ആ ഒരു കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ചാൽ കുടലിന്റെ രക്തോട്ടത്തിന്റെ എഫക്ട് ചെയ്യണതിന്റെ പെയിനാണ് വരുന്നത്. അപ്പൊ വേദനയുടെ ഗുളിക കഴിച്ച് പിന്നെ ഡിലേ ചെയ്ത് നീട്ടിക്കൊണ്ടുപോയി അങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് നല്ലതല്ല. അപ്പൊ പെയിന്റെ ഗുളിക കഴിക്കട്ടെ തരുമോ എന്നൊക്കെ ചോദിച്ചാലും അങ്ങനെ കൊടുക്കില്ല. അങ്ങനെ പെയിൻ കൂടുതലാണെങ്കിൽ വന്ന് കാണിക്കാൻ പറയും. പക്ഷെ അങ്ങനത്തെ ഒരു ഇറങ്ങി പോകാത്തൊരു ഇതാണെങ്കിൽ കുറച്ചും കൂടി നേരത്തെ സർജറി തന്നെയാണ് നല്ലത്. ആ ഒരു കുറെ അധികം പെയിനായിട്ട് വെച്ചിരിക്കാതിരിക്കാൻ നല്ലത്. എന്നുവെച്ചാൽ അത് ആ പെയിൻ തന്നെ അതിന്റെ ഒരു രക്തോട്ടത്തിന് ബാധിക്കുന്നതിന്റെ ഒരു സൈനാണ്. മുളച്ച് വന്ന് ഇറങ്ങി പോകാതിരിക്കുമ്പോ നീര് കൂടി പിന്നെ അകത്തേക്ക് കുറെ കൂടി പോകാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ ഓൾവേസ് ബെറ്റർ അത് കംപ്ലീറ്റ് ചെയ്ത് സർജറി കംപ്ലീറ്റ് ചെയ്യാണ് ഇപ്പോഴും നല്ലത്. ഓക്കെ ഡോക്ടർ, എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ വിനോ വർഗീസ് ആണ് ഇപ്പോൾ NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലൂടെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അലൈനിലെ സ്പെഷ്യലിസ്റ്റ് ജനറൽ സർജൻ ആണ്.
വെൽക്കം ബാക്ക് ടു NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. ഇന്ന് NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ വിനോ വർഗീസ് ആണ്. അദ്ദേഹം അലൈനിലുള്ള NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റ് ജനറൽ സർജനാണ്. ഹേർണിയ എന്ന ആ ഒരു രോഗത്തെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ സിംറ്റംസ് ആൻഡ് സൈൻസ്, എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ വേദന, അതിനെക്കുറിച്ചൊക്കെ ഡോക്ടർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഡോക്ടർ, ഇനി എനിക്ക് അറിയാനുള്ളത്, എപ്പോഴാണ് ഒരാൾ ഒരു എന്താ പറയുക ഒരു മെഡിക്കൽ കെയറിന് വേണ്ടിയിട്ട് ഡോക്ടറിനെ സമീപിക്കേണ്ടത്? ഞാൻ ഹേർണിയ ഒരു മെഡിക്കൽ കെയറിന്റെ രീതിയിൽ നീങ്ങാതിരിക്കാന്ന് നോക്കാം. എന്ന് വെച്ചാൽ ഹേർണിയ ഓൾവേസ് ഒരു സർജറി റിലേറ്റഡ് ഒരു ഇതാണ്. പിന്നെ ഒരു ഓപ്ഷൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏജ് കൂടുന്തോറും കുറെ അധികം റിസ്ക് വന്നു, ഹാർട്ട് പ്രോബ്ലംസ് വന്നു, അങ്ങനത്തെയൊക്കെയാണ് പൊക്കളുടെ അവിടെ ഒരു ഹെർണിയ, ചെറിയ ഹെർണിയ, വലിയ പെയിൻ ഒന്നുമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിലേ ചെയ്യുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ സിംറ്റംസ് നമ്മൾ നോക്കും. ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നതൊക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ട് പേഷ്യന്റ് അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യും, ഇങ്ങനെ ഇതാണ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയിൻ കൂടുതൽ വരുന്ന പോലെയാണെങ്കിൽ ചെയ്യും. അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ അവരുടെ ഹാർട്ടിന്റെ കണ്ടീഷനോ അങ്ങനെ നല്ല റിസ്ക് ഉള്ളതൊക്കെ ആണെങ്കിൽ ഒരു ബാലൻസിൽ നമുക്ക് പോകണം. ചില സമയത്ത് ഈ അനസ്തീഷ്യ അത്രയ്ക്ക് റിസ്ക് വരാണെങ്കിൽ. പിന്നെ നമുക്ക് ഈ ഹെർണിയ, താഴെയുള്ള ഹെർണിയ, ഇക്വൈനൽ ഹെർണിയ എന്ന് പറയുന്നത് നമുക്ക് ലോക്കൽ അനസ്തീഷ്യ കൊടുത്തിട്ടും ചെയ്യാം. നമ്മൾ താക്കോൽദ്വാരം ചെയ്യുമ്പോൾ നമുക്ക് ലോക്കലിൽ ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ അവർ തരിപ്പിച്ചിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അത് അത്രയ്ക്ക് ഒരു റിസ്ക് ഉള്ള പേഷ്യന്റ് ആണ് എന്നാ ചെയ്ത മതിയാവും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ അതിന്റെ വന്നു തുടങ്ങി എന്നാൽ ഭയങ്കര റിസ്ക് ഉള്ളതാണെങ്കിൽ ലോക്കൽ അനസ്തീഷ്യയിലും കംപ്ലീറ്റ് ചെയ്യാം. അത് റൂട്ടീനിൽ നമ്മൾ ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഈ ലോക്കൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞാലും പറയാൻ പറ്റില്ല, ചിലപ്പോൾ അത് ശരിക്കും ആക്റ്റീവ് അല്ലെങ്കിൽ പെയിനും ഇതൊക്കെ വരും. അപ്പൊ അത് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കും. പിന്നെ അത്രയ്ക്ക് ഒരു റിസ്ക് ഉള്ള പേഷ്യന്റ് ആണ് എന്നാ ഇത് കംപ്ലീറ്റ് ചെയ്യും വേണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ മാത്രം അത് ഓപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ മാക്സിമം ഈ അനസ്തീഷ്യ കൊടുത്തിട്ട് തന്നെ ചെയ്യണ പോലെ നിങ്ങൾ അതും നമുക്ക് ഈ ബാക്കിൽ ധരിപ്പിച്ച് സ്പൈനൽ അനസ്തീഷ്യയിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഈ തുറന്ന് ചെയ്യേണ്ടതാണെങ്കിൽ. പൊതുവാരാണെങ്കിൽ കൂടുതൽ ജനറൽ അനസ്തീഷ്യയിലേക്ക് പോകാൻ ചെയ്യാം. ഫൈനലും ചെയ്യുന്നുണ്ട്, പക്ഷെ മാക്സിമം നമ്മൾ ജനറൽ തന്നെ ചെയ്യാറുള്ളത്. ഓക്കെ. അപ്പൊ ഈ മിനിമലി ഇൻവേസീവ് സർജറി, ഇപ്പോ താക്കോൽദ്വാര ശസ്ത്രക്രിയ എന്ന് പറഞ്ഞല്ലോ, അത് തന്നെയാണോ ഡോക്ടർ ഇപ്പൊ ഇതിന്റെ ആകെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് നമുക്ക് പറയാനായിട്ടുള്ളത്? അത് ബേസിക്കലി താക്കോൽദ്വാരം ഹെർണിയ എന്ന് പറഞ്ഞാൽ ഒരു നല്ല എക്സ്പീരിയൻസ് വേണം താക്കോൽദ്വാരം ചെയ്യാൻ. സ്റ്റാർട്ടിങ് ഓപ്പറേഷൻ നമ്മളൊരു ലേണിംഗ് കർവ് കുറച്ചധികം ഉണ്ട്. താക്കോൽദ്വാരം ചെയ്യാൻ തുടക്കത്തിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ടൊക്കെ ഇനി ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അതൊരു അഡ്വാൻസ് ലാപ്രോസ്കോപ്പിയാ. ഒരു സാധാരണ ഒരു അപ്പൻഡിക്സോ അല്ലെങ്കിൽ പിത്തസഞ്ചി ചെയ്യണ പോലത്തെ അല്ല ഈ താക്കോൽദ്വാര ഹെർണിയ വരുന്നത്. അതൊരു ഡിഫിക്കൽട്ട് സർജറിയാ. സംഗതി ഹെർണിയ ആണെങ്കിലും അതൊരു ഡിഫിക്കൽട്ട് സർജറി. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സമയം എടുത്തിട്ട് കുറച്ചൊരു ലേണിംഗ് കർവ് ഉണ്ട് അതിനെ സംബന്ധിച്ചോളാം. അപ്പൊ റൂട്ടീനായിട്ട് സർജറി താക്കോൽദ്വാരം ചെയ്യുന്ന ഒരു സർജന്റെ അടുത്ത് ഹെർണിയ ചെയ്യാൻ നല്ലത്. എന്ന് വെച്ചാൽ എല്ലാരും സർജറി ചെയ്യുന്നവരാണെങ്കിലും താക്കോൽദ്വാര ഹെർണിയ എല്ലാരും ചെയ്യണമെന്നില്ല. കുറെ പേര് ഓപ്പൺ ഹെർണിയ അതൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ താക്കോൽദ്വാര ഹെർണിയ കുറച്ചും കൂടി ഒരു സ്ഥിരം ചെയ്യണ ഒരു സർജന്റെ അടുത്ത് തന്നെ പോകാൻ നല്ലത്. എന്ന് വെച്ചാൽ അതൊരു സ്റ്റാർട്ടിങ് ഒരു ലേണിംഗിന്റെ ഒരു കർവ് ഉണ്ട്. അതൊരു പഠിച്ചെടുക്കാനും അതിന്റെ സ്പീഡ് വരാനും അതിനൊക്കെ കുറച്ചും കൂടി ഒരു ടെക്നിക്കലി ഒരു ബുദ്ധിമുട്ടുള്ളതാണ് ഈ ഹെർണിയയുടെ കാര്യത്തില്. അപ്പൊ അത് പിന്നെ പല രീതിയാണ്. ഇപ്പൊ താഴത്തെ ഹെർണിയ ആണെങ്കിൽ നമ്മൾ ഒരു വല വെക്കും, പക്ഷെ അതിന് പകരം ഈ പൊക്കളുടെ അവിടെ ഹെർണിയാണ് അങ്ങനെ വയറിന്റെ ഭിത്തിയില് മുകളിലേക്ക് വരുന്ന ഹെർണിയ ആണെങ്കിൽ അകത്ത് വെക്കണ പോലെയാണ് വല. ആ വലയ്ക്ക് ഒരു കുറച്ചും കൂടി ഒരു 10 ഇരട്ടി വിലയുണ്ട്. ഇവിടെ പിന്നെ ഇൻഷുറൻസ് കവേർഡ് ആണ്. അത് വേറെ തരം വലയാണ്. ഒരു സൈഡ് കുടലായിട്ട് പിടിക്കാൻ പാടില്ല, മറ്റു സൈഡ് വയറിന്റെ ഭിത്തിയായിട്ട് ഒട്ടിപ്പിടിക്കണം. എന്നുവെച്ചാൽ അകത്ത് വെക്കുന്ന ടൈപ്പാണ്. ഈ താഴത്തെ ഇൻഗ്വൈനൽ, ഈ താഴത്തെ ഹെർണിയക്ക് നമ്മൾ വല വെക്കുന്നത് ഒരു പാട പോലെ ഒരു ലെയർ ഉണ്ട്, പെരിറ്റോണിയം, അതിന്റെ മേലെ വെക്കണേ. അപ്പൊ ഡയറക്റ്റ് ടച്ച് കുടലായിട്ടില്ല. അപ്പൊ അതിനൊരു ഒട്ടിപ്പിടുത്തം വരാൻ ടെൻഡൻസി കുറവാണ്. പക്ഷെ ഈ പൊക്കിളിന്റെ അവിടുത്തെ ഹെർണിയക്ക് നമ്മൾ ഡയറക്റ്റ് കുടലായിട്ട് ടച്ച് വരുന്ന പോലെയാണ് ഈ വല വെക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഒരു സൈഡ് കുടൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു വേറെ തരം വല ആണ് വെക്കുന്നത്. അതിന് നമ്മൾ ദാറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക താക്കോൽദ്വാരം വേണോ അല്ലെങ്കിൽ തുറന്ന് ചെയ്യണോ. എന്നുവെച്ചാല് പൊക്കിളിന്റെ അവിടെ ചെറിയൊരു ഹെർണിയക്ക് നമ്മൾ ചെറിയൊരു ദ്വാരത്തിനൊക്കെയും ചിലപ്പോ തുറന്ന് ചെയ്യാവും കുറച്ചും കൂടി അഡ്വാൻറ്റേജ്. ചെറിയൊരു മുറിവാക്കിയിട്ട് അത്
ആ ദ്വാരം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ചിലപ്പോൾ വല തന്നെ വേണ്ടി വരില്ല, ചെറിയ ദ്വാരൊക്കെ ആണെങ്കിൽ. മറ്റേത് താക്കോൽ ദ്വാരം വരുന്നത് നമുക്ക് കുറച്ചും കൂടി വലിയ ദ്വാരമാണ്, അല്ലെങ്കിൽ നല്ല തടിയുള്ള ആളാണ്, 2-3 ദ്വാരം വരേണ്ട ഭിത്തിയിൽ തോന്നുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമാണ് മേലെയുള്ള ഇതുണ്ടല്ലോ പൊക്കളുടെ അവിടെ ആ ഭാഗത്തുള്ള തന്നെ നമ്മള് താക്കോൽ ദ്വാരം സജസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ എല്ലാ പേഷ്യൻസിനെയും നമ്മളത് സജസ്റ്റ് ചെയ്യുന്നില്ല. അത് സെലക്റ്റീവായിട്ട് വേണം നമ്മൾ. താഴെ ഒടിയിലത്തെ ഹെർണിയക്ക്, ഇൻഗ്വൈനൽ ഹെർണിയക്ക് താക്കോൽ ദ്വാരം റൂട്ടീനായിട്ട് ചെയ്യാൻ പറ്റും. അൺലെസ് ഭയങ്കര വലിയ ഹെർണിയാണ്, താഴെ വരെയാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബ്ലോക്കായി അത് ഇറങ്ങി പോണില്ല, അങ്ങനത്തെ ഒരു ഇതിന് മാത്രമാണ് തുറന്ന് ഓപ്പൺ സർജറിയുടെ ആവശ്യമുള്ളൂ. മറ്റേതൊക്കെ താക്കോൽ ദ്വാരത്തിന് കുറെ കംപ്ലീറ്റ് ചെയ്യാം, അത്യാവശ്യം വല്ലതും കംപ്ലീറ്റ് ചെയ്യാം താക്കോൽ ദ്വാരം വഴി. ഓക്കെ ഡോക്ടർ ഇപ്പൊ ഇവിടെ അലൈൻ NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡോക്ടറിന്റെ ഹോസ്പിറ്റലില് ഇത്തരം ഭയങ്കര റൂട്ടീൻ ഒരു സർജറി ആയി മാറിയിട്ടുണ്ട് ആണല്ലേ ബേസിക്കലി. എന്നിട്ട് പിന്നെ വൺ തിങ് ഇസ് ഇൻഷുറൻസ് കവേർഡ് ആയ കാരണം ആൾക്കാർക്ക് മടിയുമില്ല, അല്ലെങ്കിൽ ഒരു ഈ എക്സ്പെൻസ് വരുന്ന കാരണം ഇങ്ങനെ വെച്ചിരിക്കും. അപ്പൊ ഹെർണിയ ഇവിടെ താക്കോൽ ദ്വാരം ചെയ്തപ്പോ ബേസിക്കലി ഒരു ഓപ്പറേഷൻ ദിവസം തന്നെ ചിലപ്പോ 4 ഹെർണിയ അങ്ങനെയൊക്കെയാണ്. അത് റൂട്ടീൻ ഹെർണിയ ഒരു നമ്പർ, അത് ഇവിടുത്തെ ടോപ്പ് 5 ഓപ്പറേഷൻ തന്നെ ആയി ഇപ്പൊ ഹെർണിയ തന്നെ. അപ്പൊ അതൊരു റൂട്ടീൻ ഓപ്പറേഷനായി മാറിയേക്കാണ് ഹെർണിയ സംബന്ധിച്ചോളം. ഡോക്ടർ ഈ സർജറി കഴിഞ്ഞാല് പിന്നെ എന്താണ് പേഷ്യന്റ് എത്ര ദിവസം റെസ്റ്റ്, പിന്നെ എപ്പോ മുതൽ ജോലിക്ക് പോയി തുടങ്ങാം, ഫോളോ അപ്സ്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? താക്കോൽ ദ്വാരമാണെങ്കിൽ നമ്മൾ അധികം റെസ്റ്റ് ആവശ്യമില്ല. നമുക്കിവിടെ ഞങ്ങൾക്ക് ഒഫീഷ്യലി നമുക്ക് സിക്ക് ലീവ് കൊടുക്കാന്ന് വെച്ചാൽ ഈ ഹെൽത്ത് അതോറിറ്റി നമുക്ക് സിക്ക് ലീവ് കൊടുക്കുമ്പോൾ നമുക്ക് ഇത്ര ദിവസം സിക്ക് ലീവ് വരെ കൊടുക്കാവുന്നൊരു ഇതുണ്ട്. അതിന് 2 വീക്സ് അവര് 2 വീക്സ് വരെ കൊടുക്കും. അപ്പൊ ആ 2 വീക്സ് മാക്സിമം കൊടുക്കുന്നതാണ്. നാട്ടിലൊക്കെ ഞാൻ ഒരാഴ്ച റെസ്റ്റ് തന്നെ പറയാറുള്ളൂ. ഇവിടെ പിന്നെ ഓൾറെഡി ഒഫീഷ്യൽ സിക്ക് ലീവ് 2 വീക്സ് വരെ അലൗഡ് ആയ കാരണം 2 വീക്സ് വരെ എന്തായാലും കൊടുക്കും. വെച്ചാല് ഇവരുടെ ജോലിക്ക് കയറുമ്പോ ഇവിടെ എത്രത്തോളം ട്രെയിൻ ചെയ്യിപ്പിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല മാനുവൽ ലേബറേഴ്സ് ഒക്കെ ആണെങ്കിൽ നല്ല ട്രെയിൻ ചെയ്തിട്ടുള്ള പണിയാവും. അപ്പൊ നമ്മള് മാക്സിമം ആ 2 വീക്സ് തന്നെ കൊടുത്തിട്ട്, പക്ഷെ തുറന്ന് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി റെസ്റ്റ് പറയാറുണ്ട്. ഒരു 1.5 months ഒക്കെ ഒരു റെസ്റ്റ് എന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി നമ്മള് സ്റ്റിച്ചിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സ്റ്റിച്ച് ഇടും, ആ സ്റ്റിച്ചിന്റെ സ്ട്രെങ്ത് വരാനും കുറച്ചും കൂടി ഒരു റെസ്റ്റ് ആവശ്യമാണ്. അപ്പൊ താക്കോൽ ദ്വാരത്തിന് നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ജോലിക്ക് കയറുന്ന പോലെ ആക്കാം. എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ചിനൊന്നും ഡിപ്പെൻഡന്റ് അല്ല, ജസ്റ്റ് ആ വല പരത്തി വെക്കണ പോലെയാണ്. കുറച്ച് കറക്റ്റ് ആയിട്ട് വെച്ചാൽ അതിനപ്പോ വേറെ ഒന്നും ഡിപ്പെൻഡന്റ് അല്ല. മറ്റേ തുറന്ന് ചെയ്യുമ്പോ കുറച്ച് സ്റ്റിച്ചിന്റെ ഒക്കെ ഡിപ്പെൻഡന്റ്. അപ്പൊ വലിയ കുറെ ചുമവരാണ് സ്ട്രെയിൻ ചെയ്ത് ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ അത് സ്റ്റിച്ച് വിട്ടിട്ട് അങ്ങനെയൊക്കെയും തിരിച്ചു വരാൻ ടെൻഡൻസി ഉണ്ട് തുടക്കത്തിൽ. അപ്പൊ ഒരു 1.5 months ഒക്കെയും അധികം സ്ട്രെയിൻ ചെയ്യേണ്ടെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് ഇവിടെ നമ്മൾ താക്കോൽ ദ്വാരം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. പക്ഷെ ജോലി ഇവിടെ ലീവിന്റെ കാര്യമൊക്കെ ലിമിറ്റഡ് അല്ലേ. അപ്പൊ അത് എത്രയും പെട്ടെന്ന് മാനുവൽ അല്ലെങ്കിൽ എഫേർട്ടുള്ള ജോലിക്ക് കയറുന്ന പോലെ ആക്കി കൊടുക്കും. അപ്പൊ താക്കോൽ ദ്വാരം അതിന് മെച്ചുണ്ട്. യൂഷ്വലി വിതിൻ 2-3 ദിവസത്തിൽ ഈ വല വെച്ചിട്ടൊക്കെ നല്ല ഒട്ടിപ്പിടുത്തം വരും. അപ്പൊ ഭയങ്കര ഒരു റെസ്റ്റിന്റെ പിന്നെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. പിറ്റേ ദിവസം തന്നെ ഒരു നാട്ടില് ചെയ്തപ്പോ പിറ്റേ ദിവസം തന്നെ ട്രെയിനുള്ള ഒരു എന്താണ് ആളുടെ ബ്രദർ മരിച്ചു. അപ്പൊ എനിക്ക് പോണം, വന്നിട്ട് എല്ലാം ഏറ്റി നടന്ന് ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം കാണാറില്ല താക്കോൽ ദ്വാരം ചെയ്യുമ്പോൾ. പക്ഷെ തുറന്നു ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഒരു ആവശ്യം കാണാറുണ്ട്. അല്ലെങ്കിൽ തിരിച്ചു വന്നാൽ പിന്നെ ഓക്കെ ഡോക്ടർ, എന്തായാലും NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരുപാട് തിരക്കിനിടയിലും വന്ന് ഹെർണിയയെ കുറിച്ചും അതിന്റെ ട്രീറ്റ്മെന്റ്, സർജറീസ് എല്ലാം ഡോക്ടർ വളരെ വിശദമായിട്ട് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം. സന്തോഷം. ഡോക്ടർ വിനോ വർഗീസ് ആണ് ഇതുവരെ നമ്മളോട് NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിലൂടെ സംസാരിച്ചത്. അദ്ദേഹം അലൈൻ NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റ് ജനറൽ സർജൻ ആണ്. ഡോക്ടർ വിനോ വർഗീസിന്റെ കൂടുതൽ സേവനങ്ങൾക്കായി നിങ്ങൾക്ക് വിളിക്കാം. ഹോസ്പിറ്റൽ നമ്പർ 03-755-599. I will repeat the number 03-755-599. ഇന്നത്തെ NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ഡോക്ടറുമായി മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും അടുത്ത ആഴ്ച വരാം NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിലൂടെ. തൽക്കാലം വിടവാങ്ങുന്നു. ഞാൻ ആൻഡ്രിയ.